ടേസ്റ്റ് ഉണ്ടല്ലേ. ഹായ് ഹലോ ഗായ്സ്, നമ്മുടെ താഴത്തെ ചെറിമരത്തിൽ ഒരുപാട് ചെറിപ്പഴങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ വീഡിയോ അതിന്റെ ബ്ലോഗ് വീഡിയോ എടുക്കണമെന്ന് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ വാക്ക് തന്നാണ്. ബട്ട് ഞാൻ എന്താ എനിക്കത് സഫീ കഴിക്കാൻ പറ്റില്ല. കാരണം ചെറിപ്പഴങ്ങൾ പറ്റി ചമയന്റെ നച്ച മഴയായിരുന്നു. മഴയായിട്ട് മുഴുവനും മീൻ പോയി. പക്ഷെ ബാക്കി കൊച്ചുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വീഡിയോ വെക്കാൻ, എനിക്ക് വ്ലോഗ് വെക്കാൻ എനിക്ക് ദേഷ്യം വന്നത്. അതുകൊണ്ട് ഞാൻ വീഡിയോ എത്തില്ല, ഞാൻ വ്ലോഗ് എത്തില്ല. ഞാൻ വ്ലോഗ് വെക്കാൻ പറഞ്ഞു കൊക്ക്. മഴ പെയ്തെല്ലാം വീണ് പോയി, ഒന്നാമത്തെ റീസൺ. പിന്നെ നമ്മൾ വന്ന് നോക്കുമ്പോ വ്ലോഗ് എടുക്കാനുള്ള ഇൻട്രസ്റ്റ് തന്നെ പോയി. കാരണം ഞാൻ സത്യം പറഞ്ഞാൽ അയ്യോ നോക്കി നിലത്ത്, അയ്യോ ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടോ നിലത്ത് ഒരുപാട് വീട് നടക്കുന്നുണ്ട് കേട്ടോ. അത് കാണിച്ചെടുക്കാതെ ശരിക്കും ഇവിടെ കുറെ വീണിട്ടുണ്ട്. മഴയായിരുന്നു. ഇവിടുത്തെ പിള്ളേർക്ക് ഇതിനൊന്നും ഒരു വിലയില്ല. ഈ പിള്ളേര് മാത്രം ഉണ്ടാവില്ല ലോകത്ത് ഇങ്ങനെ കേട്ട് കേട്ട് ഞങ്ങൾ മടുത്ത് കഴിച്ചേ. മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് മുഴുവനും ചെറിയ ഇന്ന് പഴുക്കും, നാളെ ആകുമ്പോഴേക്കും മഴ പെയ്യും. ഉച്ചവരെ എന്തെങ്കിലും പരിപാടി ആയിരിക്കും. പിന്നെ കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാന്ന് ഓർക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പറ്റൂല. അത് തന്നെ കണ്ടോ, ഇതാണ് നമ്മുടെ ചെറിപ്പഴം. ചോദിച്ചാൽ നമുക്ക് ജാം ഉണ്ടാക്കാം, പിന്നെ എന്തുണ്ടാക്കാൻ പറ്റുന്നേ, ഉപ്പിലിട്ട് വെക്കാം, എന്നാ വേണമെങ്കിലും കാണിക്കാം. ഇങ്ങനെ വെറുതെ തിന്നാതായിട്ട് നല്ലത്. നല്ല മധുരം ഉണ്ടാവും, നല്ല പുളി ഉണ്ടാവും ചിലതിന്. പക്ഷെ ഈ മരത്തിലെ ചെറിക്കും നല്ല മധുരം ഉണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അത്ര വലിയ രസമുണ്ടോ? ചിലപ്പോ 2 കൂരം ഉണ്ടാവും, ഇപ്പൊ ഒറ്റക്ക് 2 കൂരം ഉണ്ടാവും കേട്ടോ. ഇതുകൊണ്ട് നിലത്ത് കുറേ വീണ് കിടപ്പുണ്ട്. കൊച്ചു പിടിച്ച് കുലുക്കിയിട്ട് പിന്നെ ഞാൻ ഞാൻ കാണിച്ചു കൊടുക്കട്ടെ. നിങ്ങൾ കണ്ടോ, ഇവിടെ കണ്ടോ? ഇതെല്ലാം പോയി. ഇത് കണ്ടില്ലേ, ഇത് മോസ്റ്റാണ് ഗൈസ്. ഇതുണ്ടോ? അല്ല, ഇത് അമ്മില്ല, ഇത് എനിക്കുള്ള അമ്മ. പക്ഷിക്കൂട്. അയ്യോ, അതിന്റെ ഉള്ളിൽ 3 പക്ഷിക്കുഞ്ഞുണ്ടായിരുന്നു. 3 ചിറക് വെച്ച് പറന്നുപോയി. ഞാൻ എന്നും നിരീക്ഷിക്കുമായിരുന്നു കേട്ടോ. എല്ലാരും പറയും പക്ഷിക്കൂട് കണ്ട അതിന്റെ അടുത്ത് പോവല്, പക്ഷിയെ തള്ള വരില്ല, അതൊക്കെ വെറുതെ പറയും ഞാൻ കേട്ടോ. എന്ന് വെച്ചാൽ പക്ഷിക്കൂടിന്റെ അടുത്ത് പക്ഷീനെ ഞാൻ എടുത്ത് കൊഞ്ചിച്ചിട്ടൊന്നുമില്ല. ഞാൻ എന്നും പോയിട്ട് നിരീക്ഷിക്കും അവര് സേഫ് ആണോ. എന്നിട്ട് മഴ പെയ്തിട്ട് കാറ്റായിട്ടുണ്ടല്ലോ, ഞാൻ നോക്കിയില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ, കൂടെല്ലാം നിലത്തിയാടെ എല്ലാം ചത്തുപോയേനെ. ഇതൊരു കണ്ടോ, ഒരു ചാക്കിനകത്ത് അമ്മ കാപ്പീന്റെ ഇടയ്ക്ക് ഒരു ചാക്ക് വെച്ചതാണ്. ആ ചാക്കിനകത്താണ് അവർ കൂടുണ്ടാക്കിയിരിക്കുന്നത്. ചാക്ക് മഞ്ഞ് പെയ്യാൻ പോയേ. പക്ഷെ ഞാൻ മഞ്ഞ് രസിച്ച് എല്ലാം രസിച്ചെടുത്തല്ലേ.